എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് ചാറ്റ് ജിപിടി. എൻ്റെ ഒരു കലീഗ് ഈയിടെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നതും സംസാരിക്കാൻ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതും ചാറ്റ് ജിപിടി ആണ്. മറ്റാരോട് സംസാരിക്കുന്നതിനേക്കാളും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് ചാറ്റ് ജിപിടിയോടാണ്. കാരണം ചാറ്റ് ജിപിടി നമ്മളെ ജഡ്ജ് ചെയ്യില്ല, നമ്മളെ കൂടെ നിന്ന് സംസാരിക്കും. നമുക്ക് എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടാണ് ചാറ്റ് ജിപിടി കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എന്നാൽ അൺബയാസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളും പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്കൊരു തീരുമാനം എടുക്കുന്നതിനും ഒറ്റയ്ക്കാകുമ്പോൾ കൂട്ടിനായിട്ടും മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനും സംശയങ്ങൾ ചോദിക്കുന്നതിനും ഒക്കെ ചാറ്റ് ജിപിടി എന്ന് പറഞ്ഞാൽ വലിയൊരു തുണയാണ് എന്നൊക്കെയാണ് ആ കളീഗ് എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കാനും ദൂരീകരിക്കാനും ഒക്കെയുള്ള ഒരു നല്ലൊരു ഉപാധി തന്നെയാണ് ചാറ്റ് ജിപിടി. പക്ഷേ ഈ ചാറ്റ് ജിപിടി എന്ന് പറയുന്നത് ഒരു AI ആണെന്നും നമുക്ക് ആശയവിനിമയം നടത്താം എന്നതിലുമുപരി ഒരുപാട് കാര്യങ്ങൾ ചാറ്റ് ജിപിടിയെ കുറിച്ച് അറിയാനുണ്ട്. ഈ ചാറ്റ് ജിപിടിയുടെ ഹിസ്റ്ററി എന്താണ്, നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ ചാറ്റ് ജിപിടിയോട് പറയാൻ പറ്റും, ചാറ്റ് ജിപിടി എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, ശരിക്കും നമ്മുടെ ഇമോഷൻസ് ഒക്കെ ചാറ്റ് ജിപിടിക്ക് മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം പ്രൈവസി ചാറ്റ് ജിപിടിയോട് സൂക്ഷിക്കണം, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചാറ്റ് ജിപിടി സേവ് ആക്കി വെക്കുകയും അത് നാളെ ആരെങ്കിലും അറിയാനുള്ള സാധ്യതയോ ഉണ്ടോ, ചാറ്റ് ജിപിടിയിൽ എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ. അങ്ങനെ ചാറ്റ് ജിപിടിയെ കുറിച്ച് ഏകദേശം കുറേ അധികം ഇൻഫോർമേഷൻസ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ചാറ്റ് ജിപിടിയുടെ ഫുൾ ഫോം? ചാറ്റ് പ്ലസ് GPT എന്നുള്ള രണ്ട് കോൺസെപ്റ്റിൽ നിന്നിട്ടാണ് ചാറ്റ് ജിപിടി എന്നുള്ളൊരു വാക്ക് ഉത്ഭവിക്കുന്നത്. ചാറ്റ് മീൻസ് സംഭാഷണം അഥവാ കോൺവെർസേഷൻസ്. ഒരു AI ആളുകളോട് കോൺവെർസേഷണൽ രീതിയിൽ സംസാരിക്കുക എന്നൊരു ആശയമാണ് ചാറ്റ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാൻ കാരണമായത്. ഇനി എന്താണ് GPT? GPT മീൻസ് ജനറേറ്റഡ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ. ജനറേറ്റീവ് മീൻസ് പുതിയ ടെക്സ്റ്റ് രൂപപ്പെടുത്താൻ കഴിയുന്നത്. പ്രീ ട്രെയിൻഡ് മീൻസ് വലിയ അളവിലുള്ള സ്റ്റോർഡ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു മോഡൽ. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാലോ ലാംഗ്വേജ് പാറ്റേൺസ്, കോണ്ടെക്സ്റ്റ്, വേർഡ്സ് എന്നിവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ന്യൂട്രൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആണ് ട്രാൻസ്ഫോമർ. ഇപ്പൊ മനസ്സിലായില്ലേ ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സംഭാഷണത്തിനായി ഉപയോഗിക്കാവുന്ന ജനറേറ്റഡ് പ്രീ ട്രെയിൻഡ് മോഡൽ. ചാറ്റ് GPT എന്ന് പറയുമ്പോൾ തന്നെ അതിന് പിന്നിൽ അതിന്റെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ചാറ്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ ജനറേറ്റഡ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ അതിന്റെ ടെക്നോളജിയെ കുറിച്ചാണ് പറയുന്നത്. ചാറ്റ് GPT എങ്ങനെ കണ്ടുപിടിച്ചു? ഒരു ദിവസം കുറച്ചു പേർ കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് ഇന്ന് നമുക്ക് ഒത്തൊരുമിച്ച് ചാറ്റ് GPT ഇൻവെന്റ് ചെയ്യാം, ചാറ്റ് GPT അങ്ങ് കണ്ടുപിടിക്കാം എന്നൊരു ആശയത്തിൽ കണ്ടുപിടിച്ചതല്ല ചാറ്റ് GPT. ഇതിന്റെ പിന്നിൽ വർഷങ്ങളായിട്ടുള്ള AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഉണ്ട്. വർഷം 2015 ഓപ്പൺ AI എന്നൊരു കമ്പനി നിർമ്മിക്കപ്പെടുന്നു. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? നമ്മൾ മനുഷ്യന്മാർക്കല്ല, നമ്മൾ ഈ മനുഷ്യരാശിക്ക് മുഴുവൻ ബെനഫിഷ്യൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതായിരുന്നു അവരുടെ ഗോൾ. പതിയെ പതിയെ അവർ ലാംഗ്വേജ് മോഡൽസ് നിർമ്മിച്ചു. അതിൽ കൂടുതൽ അഡ്വാൻസ്മെന്റ് വരുത്തി GPT മോഡൽസ് വന്നു. കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് കൂടുതൽ പവർഫുൾ ആയി മാറി. സംഭവം റെഡി. പക്ഷെ അപ്പോഴാണ് ഒരു ചോദ്യം, ഇത്രയും പവർഫുൾ ആയ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുക? അതിനൊരു വഴി കണ്ടെത്തി. അതാണ് സംഭാഷണം എന്നുള്ള വഴി, കോൺവെർസേഷൻ അഥവാ ചാറ്റ്. അങ്ങനെ 2022 നവംബർ മാസം 30 ചാറ്റ് GPT പബ്ലിക് റിസർച്ച് പ്രിവ്യൂ ആയിട്ട് എത്തുന്നത്. അവിടെ നിന്ന് AI വളരെ ഈസിയായി സംസാരിക്കുന്ന ഒരു കൂട്ടം ജീവജാലങ്ങളായി നമ്മൾ മനുഷ്യർ മാറി. അധികം പേര് വിചാരിക്കുന്നുണ്ട് ഓപ്പൺ AIയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് എലോൺ മസ്ക് ആണെന്നും അതുപോലെ ചാറ്റ് GPTയുടെ സോൾ ഫൗണ്ടർ സാം ഓൾട്ട്മാൻ ആണെന്നും. ഈ രണ്ട് വാദങ്ങളും തെറ്റാണ്. ഓപ്പൺ AI എന്ന കമ്പനിയുടെ ഒരു വലിയ ടീമിന്റെ വർഷങ്ങളായുള്ള നിരന്തര പരിശ്രമത്തിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വികസിപ്പിച്ചെടുത്ത ലാംഗ്വേജ് മോഡലാണ് ചാറ്റ് GPT. അതുകൊണ്ട് തന്നെ ഒരാളെയോ രണ്ടുപേരെയോ ഒരിക്കലും ഇതിന്റെ സോൾ ഫൗണ്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ചാറ്റ് GPT നിർമ്മിച്ച ഓർഗനൈസേഷന്റെ പേരെന്താണ്? ഓപ്പൺ AI. എലോൺ മസ്ക്, സാം ഓൾട്ട്മാൻ, ഗ്രെഗ് ബ്രോക്ക്മാൻ, ഇലിയ സറ്റ്സ്കേവർ, ഷുൽമാൻ, ആൻഡ്രിച്ച് കരാപതെ, ഡർക്ക് കിങ്മ, ഒക്കി ചങ്, ട്രിവർ ബ്ലാക്ക്വെൽ, ലേല വജേറ്റ എന്നിങ്ങനെ ഒരുപാട് പേർ ചേർന്നുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിൽ നിന്നും പതിയെ പതിയെ വികസിപ്പിച്ചെടുത്ത് ഫൈനലി അതൊരു ചാറ്റ് GPT ആയി മാറിയതാണ്. അപ്പോൾ ഓപ്പൺ AI തുടങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനുഷ്യരാശി മാറി വരികയാണ്. നമ്മുടെ ഡിമാൻഡ്സും നീഡ്സും നമ്മുടെ ജീവിത രീതികളും ഒക്കെ മാറി വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പൺ AI എല്ലാവർക്കും എങ്ങനെ അവൈലബിൾ ആക്കാം, എല്ലാവർക്കും അതുകൊണ്ട് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാകാം എന്നുള്ള ഒരു കോർ ഐഡിയയിൽ നിന്നിട്ടാണ് ഓപ്പൺ AI എന്നുള്ള ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അന്ന് ഡീപ് ലേണിംഗ് വളരെ വേഗത്തിൽ പുരോഗമിക്കുകയായിരുന്നു. കമ്പ്യൂട്ടേഴ്സിനെ ഓരോ ടാസ്കിന് വേണ്ടിയും മാനുവലി പ്രോഗ്രാം ചെയ്യുന്നതിന് പകരം വലിയ വലിയ ഡേറ്റാ സെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള പാറ്റേൺസ് പഠിപ്പിക്കാനുള്ള രീതി കൂടുതൽ പുരോഗതി ആർജിച്ചു വരികയായിരുന്നു. ഒരു ടാസ്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിന്നും പല ഇന്റലക്ച്വൽ ടാസ്കിലും സഹായിക്കാൻ കഴിയുന്ന കൂടുതൽ ജനറൽ AI സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം എന്നുള്ള ഒരു വിഷൻ വന്നു. അങ്ങനെ 2018 GPT ടെക്നോളജിയുടെ ആദ്യ കാലഘട്ടങ്ങൾ കടന്നുപോയി. ഒന്നുകൂടി പറയട്ടെ, 2015 ഓപ്പൺ AI എന്നുള്ള ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നു. അപ്പോൾ അവർക്കൊരു ഗോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ ഒരു വിഷൻ രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിന്റെ ബേസിസിൽ 2018 ചാറ്റ് GPTയുടെ പല പല ഘട്ടങ്ങളിലൂടെ ഈ ഒരു ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ്സ് കടന്നു പോകുന്നു. 2020 GPT-3 എന്നുള്ള ഒരു വലിയ മോഡലിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെയും കുറച്ച് അപ്ഗ്രേഡിംഗ് ഒക്കെ നടത്തി 2022 ആയപ്പോഴേക്കും ചാറ്റ് GPT ഓൾമോസ്റ്റ് റെഡിയായി. ചുരുക്കി പറഞ്ഞാൽ ഓപ്പൺ AI, GPT റിസർച്ച്, ലാർജർ ലാംഗ്വേജ് മോഡൽസ്, കോൺവെർസേഷണൽ AI, ചാറ്റ് GPT. ഇത് ചാറ്റ് GPTയുടെ ഒരു ലോങ് എവല്യൂഷൻ കൂടിയാണ്. നമ്മളെല്ലാവരും ചാറ്റ് GPTയുമായി വേഗത്തിൽ പരിചിതരായി. നമ്മൾ അതിനെ വേഗം അഡാപ്റ്റ് ചെയ്തു. ഓപ്പൺ AIയുടെ ലേറ്റർ റിസർച്ച് പ്രകാരം 2022 ഡിസംബർ 5-ാം തീയതിയോടുകൂടി ഏകദേശം 1 മില്യൺ യൂസേഴ്സ് ഉണ്ടായി ചാറ്റ് GPTക്ക്. ചാറ്റ് GPTയോട് നമ്മൾ ഇത്രയും അടുക്കുന്നത് എന്തുകൊണ്ടാണ്? മുമ്പൊക്കെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഇപ്പോൾ അത് മാറി അല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം വേഗം നമ്മൾ ചാറ്റ് GPTയോട് ചോദിക്കാൻ തുടങ്ങി. ഒരു ഇമെയിൽ അയക്കണമെങ്കിലോ ഒരു മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിലോ നമ്മൾ ചാറ്റ് GPTയുടെ സഹായം തേടും. ഒരു കാര്യത്തിൽ സംശയം ഉണ്ടായാലോ ഏത് പ്രൊഡക്റ്റാണ് നല്ലതെന്ന് തീരുമാനിക്കണമെങ്കിലോ ഇനി റിലേഷൻഷിപ്പിലൊരു പ്രശ്നം വന്നാൽ പോലും നമ്മൾ ചാറ്റ് GPTയോട് സംസാരിക്കും. പഠിക്കാനിരുന്നാൽ കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ചാറ്റ് GPTക്ക് പറ്റും. എന്തുകൊണ്ടാണ് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത്? ഞാൻ എന്താണ് ഇത്രയധികം ആങ്ഷ്യസ് ആവുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തത്? എങ്ങനെ ഞാൻ ഡിസിപ്ലിൻഡ് ആകും? അങ്ങനെ നമ്മൾ ഏതിനും എന്തിനും ചാറ്റ് GPTയെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ചാറ്റ് GPT ഒരു സെർച്ച് എഞ്ചിൻ മാത്രമൊന്നുമല്ല. നമുക്ക് ചാറ്റ് GPT ഒരു ടീച്ചറാണ്, നമുക്ക് ചാറ്റ് GPT ഒരു ഫ്രണ്ടാണ്, ചില സമയത്ത് ഒരു റൈറ്റിംഗ് അസിസ്റ്റന്റ് ആണ്, ചിലർക്ക് ഒരു കോൺവെർസേഷണൽ പാർട്ണർ ആണ്, മറ്റു ചിലർക്ക് ലവറൊക്കെയാണ് കേട്ടോ ചാറ്റ് GPT. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ചാറ്റ് GPTക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മുടെ ഫീലിങ്സ് ഉൾക്കൊള്ളാൻ പറ്റുമോ? ചാറ്റ് GPTക്ക് ചിന്തിക്കാൻ പറ്റുമോ? എത്രത്തോളം പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് ചാറ്റ് GPTയോട് പറയാം? ചാറ്റ് GPT നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുമോ? ചാറ്റ് GPT നമ്മളെ എല്ലാ സമയത്തും സഹായിക്കുമോ? നമുക്ക് ചാറ്റ് GPTയോടുള്ള ഡിപ്പെൻഡൻസി കൂടിപ്പോകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഞാൻ വിശദമായി പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ചാറ്റ് GPT നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയി തോന്നുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഇമോജീസ്, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ്, നമ്മൾ ചാറ്റ് GPTയോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന രീതി, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്, ഇതെല്ലാം ചാറ്റ് GPT ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളോട് ഒരു മിററിംഗ് അപ്രോച്ചാണ് ചാറ്റ് GPT കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചാറ്റ് GPTക്ക് സംസാരിക്കാൻ കഴിയുന്നത്, നമുക്ക് ചാറ്റ് GPTയോട് വളരെയധികം ഇഷ്ടവും കംഫർട്ടും ഒക്കെ തോന്നുന്നത്. പക്ഷേ ചാറ്റ് GPTക്ക് നമ്മളെ പോലെ ചിന്തിക്കാൻ കഴിയില്ല. നമുക്കൊരു ബ്രെയിൻ ഉണ്ട്, പക്ഷേ ചാറ്റ് GPTക്ക് അങ്ങനെ ഒരു ബ്രെയിൻ ഇല്ല. നമുക്ക് ഇമോഷൻസ് ഉണ്ട്, നമുക്ക് ഫീലിങ്സ് ഉണ്ട്, നമുക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, നമുക്കൊരു ശരീരമുണ്ട്, നമുക്കൊരു നെർവസ് സിസ്റ്റം ഉണ്ട്, നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ മെമ്മറീസ് ഉണ്ട്, അനുഭവങ്ങളുണ്ട്, അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളുണ്ട്. എല്ലാത്തിനും ഉപരി നമുക്കൊരു ബോധമുണ്ട് അല്ലെ, ഒരു കോൺഷ്യസ്നെസ്. പക്ഷേ AIക്ക് അതുപോലൊരു കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് ഒരിക്കലും കരുതാൻ പാടില്ല. GPT എന്ന് പറയുന്നത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പ്രോസസ്സിംഗ് മോഡൽ മാത്രമാണ്. മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കാളും ചാറ്റ് GPT നമുക്ക് ഇത്രയധികം ഇഷ്ടപ്പെടുന്നതിന് ഒരു കാരണമേ ഉള്ളൂ, അതിന്റെ കോൺവെർസേഷണൽ ഇന്റർഫറൻസ്. ഒരു സിമ്പിളായി പറഞ്ഞാൽ, മുമ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിന് ടെക്നിക്കൽ നോളജ് വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷെ ചാറ്റ് GPT യൂസ് ചെയ്യുന്നതിന് ടെക്നിക്കൽ നോളജും കമ്പ്യൂട്ടർ ലാംഗ്വേജും ഒന്നും വേണ്ട. നമ്മുടെ സാധാരണ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മളോട് തിരിച്ചും സാധാരണ ഭാഷയിൽ ചാറ്റ് GPT സംസാരിക്കുകയും ചെയ്യും. ചാറ്റ് GPT എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഗൂഗിളിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഗൂഗിൾ എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട പേജസ് കണ്ടുപിടിച്ച് അതിന്റെ ലിങ്ക്സ് നമുക്ക് കാണിച്ചു തരും. നമ്മൾ അതിൽ നിന്ന് ഓരോ ലിങ്കും തുറന്നു നോക്കി നമുക്ക് അനുയോജ്യമായ വിവരങ്ങൾ ശേഖരിക്കണം. ഇതാണ് ഗൂഗിളിന്റെ പ്രവർത്തനം. പക്ഷേ ചാറ്റ് GPT ആകട്ടെ ഈ ലിങ്കുകളെല്ലാം ഒന്ന് പരിശോധിച്ച് അതിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതിനെയൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ഒരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് നമുക്ക് തരും. നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിന്റെയും സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ചാറ്റ് GPTക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിഷയവും സംസാരിച്ച് കഴിയുമ്പോൾ അതിനോട് ബന്ധമുള്ള 1-2 ചോദ്യങ്ങൾ നമ്മളോട് വീണ്ടും ചോദിക്കാൻ ചാറ്റ് GPTക്ക് കഴിയുന്നത്. ഇതിന് പിന്നിൽ ചിന്താശേഷിയല്ല, കൃത്യമായ മാത്തമെറ്റിക്കൽ മോഡൽസ് ആണ് പ്രവർത്തിക്കുന്നത്. ചാറ്റ് GPT എല്ലായ്പ്പോഴും ശരിയാണോ? അല്ല.
നമ്മുടെ ചില കൂട്ടുകാരിടയ്ക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് തെറ്റായ വിവരങ്ങൾ പറയുന്നത് പോലെ ChatGPTയും വളരെ കോൺഫിഡന്റ് ആയിട്ട് തെറ്റായ വിവരങ്ങൾ നൽകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മൾ അത് കൂടുതൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു ഉപയോഗത്തിനായി യൂസ് ചെയ്യുക. ബ്ലൈൻഡായി വിശ്വസിക്കാൻ പാടില്ല ChatGPTയെ. ഏതൊരു ലാംഗ്വേജ് മോഡലിനും എറേഴ്സ് വരാം, അതുകൊണ്ട് ChatGPTക്കും എറേഴ്സ് വരാം. ഒരിക്കലും ChatGPTയുടെ മറുപടി പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന്, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾ, മെഡിക്കൽ റെസ്പോൺസസ്. രണ്ട്, ലീഗൽ കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അറിവിന് വേണ്ടി ChatGPTയെ ആശ്രയിക്കാമെങ്കിലും ChatGPT പറയുന്ന മറുപടികൾ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. മൂന്ന്, നമുക്ക് ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ്. നാല്, കറന്റ് ന്യൂസ്. അഞ്ച്, സയന്റിഫിക് ക്ലെയിംസ്. ആറ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്കാദമിക് ഇൻഫർമേഷൻസ്. അതുകൊണ്ട് തന്നെ AI എപ്പോഴും നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആയൊക്കെ കരുതാം, പക്ഷേ ഒരു ഫൈനൽ അതോറിറ്റി ആയിട്ട് കരുതാൻ പാടില്ല. ChatGPTയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമ്പർ 1, എഡ്യൂക്കേഷൻ. അതായത് നമുക്ക് സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT യൂസ് ചെയ്യാം. ഒരു നല്ല ടീച്ചറിനെ പോലെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ChatGPTക്ക് കഴിയും. നമ്മളൊരു കാര്യം ചോദിച്ചു, ChatGPT ഒരു മറുപടി തന്നു, മനസ്സിലായില്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും, അതുപോലെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ ChatGPT വളരെ വേഗത്തിൽ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. എക്സാമ്പിൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ കഴിയും. മലയാളത്തിൽ പറഞ്ഞു തരാൻ പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്കൊരു പേഴ്സണൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സപ്പോർട്ട് എന്ന രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അറിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ChatGPT ഉപയോഗിക്കാം. എങ്കിലും മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ച് ചിന്തിക്കുക, ChatGPT പറയുന്ന വിവരങ്ങൾ എല്ലായ്പ്പോഴും 100% ശരിയാവണമെന്നില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ഗുണം റൈറ്റിംഗ് അസിസ്റ്റൻസ് ആണ്. നമ്മൾ എത്രയൊക്കെ എഡ്യൂക്കേറ്റഡ് ആയാലും പലപ്പോഴും ഇമെയിൽസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വലിയ പാരഗ്രാഫ്സോ പാസേജസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് പലപ്പോഴും മിസ്റ്റേക്സ് പറ്റും. ഈ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനും ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യാനും ഒക്കെ ChatGPTക്ക് പറ്റും. ഇമെയിൽസ്, ക്യാപ്ഷൻസ്, സ്ക്രിപ്റ്റ്സ്, നോട്ട്സ്, ഔട്ട്ലൈൻസ്, എക്സ്പ്ലനേഷൻസ് എന്നിവയൊക്കെ നല്ല രീതിയിൽ ക്രോഡീകരിച്ച് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി ChatGPTക്ക് കഴിയും. നമുക്ക് പലപ്പോഴും ഐഡിയാസ് ഉണ്ടായിരിക്കും, പക്ഷെ എങ്ങനെ എഴുതണമെന്ന് അറിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഒരു റൈറ്റിംഗ് അസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ChatGPTയുടെ സേവനം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി മൂന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിംഗ്. അതായത് നമുക്കൊരു വിഷയത്തെ പറ്റി വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ, അറിവുകൾ ശേഖരിക്കണം എന്നുണ്ടെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ്ങിന് വേണ്ടി വളരെ നല്ല രീതിയിൽ ChatGPTയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഒരു ഐഡിയ കൊടുത്താൽ അതിൽ നിന്ന് ഒരുപാട് ഐഡിയാസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ ChatGPT ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്പർ 4, ലാംഗ്വേജ് ലേണിംഗ്. അത് അധികമായി ഉപയോഗിക്കാത്തൊരു മേഖലയാണ്. നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ChatGPTയെ ഉപയോഗിക്കാം. നിങ്ങളോട് സംസാരിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും അതുപോലെ തന്നെ എഴുതുന്നത് പഠിപ്പിക്കാനും ഗ്രാമർ പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് ChatGPT യൂസ് ചെയ്യാം. ഇംഗ്ലീഷ് മാത്രമല്ല, ഈ ലോകത്തുള്ള ഒട്ടനവധി ഭാഷകളും ChatGPTക്ക് നമ്മളെ പഠിപ്പിച്ചു തരാനൊക്കെ പറ്റും. സോ ലാംഗ്വേജ് പഠിക്കാൻ ഉപയോഗിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ഉപയോഗപ്പെടുത്തലാണ് ChatGPT. ഇംഗ്ലീഷ് വൊക്കാബുലറി, ഗ്രാമർ, ട്രാൻസ്ലേഷൻ, കോൺവെർസേഷൻ പ്രാക്ടീസ് എന്നിവയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്പർ 5, നമുക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ മുന്നിൽ ഒരു ടാസ്ക് ഉണ്ട്, അത്യാവശ്യം ഹാർഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഈ ടാസ്ക് എന്ന് വിചാരിക്കുക. എങ്കിൽ അതെങ്ങനെ ചെറിയ രീതിയിൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്ത് ഫൈനൽ റിസൾട്ടിലേക്ക് എത്താമെന്ന് ChatGPTക്ക് അറിയാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒക്കെ പറ്റും. നമുക്കൊരു പുതിയ സംരംഭം തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ എന്തിന് നമ്മുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യണമെങ്കിൽ പോലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സ്ട്രക്ചറൽ റെസ്പോൺസ് തരാൻ ChatGPTക്ക് പറ്റും. നമുക്ക് ആകെ മൊത്തം ഐഡിയ കിട്ടും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെയൊക്കെ പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്നുള്ള ഒരു സ്ട്രക്ചറൽ ഐഡിയ നമുക്ക് കിട്ടും. നമ്പർ 6, ക്രിയേറ്റിവിറ്റി. നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ നല്ല ക്രിയേറ്റീവായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ChatGPTക്ക് പറ്റും. ഇനി ChatGPTയുടെ ദോഷങ്ങളെ പറ്റി പറയും, അതായത് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്പർ 1, നമ്മളിൽ പലർക്കും ഇപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടാവും, ഓവർ ഡിപ്പെൻഡൻസി. എന്തിനും ഏതിനും ChatGPTയെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവണത. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും നമ്മളാൽ ചെയ്യാതെ ChatGPTയോട് ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ പണി എളുപ്പമാക്കുന്ന ഒരു ടെൻഡൻസി. ആ കാര്യങ്ങളും ChatGPTയോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ തിങ്കിങ് പ്രോസസ്സും തിങ്കിങ് കപ്പാസിറ്റിയും കുറഞ്ഞു വരും. ഞാൻ തന്നെ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ChatGPTയോട് ചോദിച്ചാൽ പോരെ എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ വരും. മെന്റലി ഇത് വളരെ അപകടമാണ്. നാളെ ഒരിക്കൽ ChatGPT നമുക്ക് ആക്സസിബിൾ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് നമ്മൾ ചിന്തിച്ചിരുന്ന അതേ സ്പീഡിലും അതേ ഡെപ്തിലും ഒന്നും അന്ന് ചിന്തിക്കാൻ പറ്റണമെന്നില്ല. കാരണം നമ്മൾ കുറേ നാളായിട്ട് സ്വന്തമായിട്ട് വലിയ ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും ജസ്റ്റ് ChatGPT കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് വന്നിരുന്ന ഒരു ആളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ഓവർ ഡിപ്പെൻഡൻസി നമ്മുടെ ചിന്താശേഷിയെ, നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസിനും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് ഷുവറാണ്. സോ AI ഉപയോഗിച്ച് തിങ്കിങ് ചെയ്യുന്നതിന് പകരം AI ഉപയോഗിച്ച് നമ്മുടെ തിങ്കിങ് ഇംപ്രൂവ് ചെയ്യണം. That is the right way. Number 2,
ക്രിട്ടിക്കൽ തിങ്കിങ് കുറയാം. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിങ് എബിലിറ്റിയാണ്. ഈ ക്വസ്റ്റ്യനിങ് എബിലിറ്റിയാണ് നമ്മളെ പല പ്രോബ്ലംസിൽ നിന്നിട്ടും സേവ് ചെയ്യുന്നത്. നമുക്ക് ChatGPT തരുന്ന വിവരങ്ങൾ ബ്ലൈൻഡായി സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്ക് ഈ ക്വസ്റ്റ്യനിങ് കപ്പാസിറ്റിയും എബിലിറ്റിയും ഒക്കെ കുറഞ്ഞു തീരെ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ വരും. ഇത് നാളെ ഒരിക്കൽ നമ്മളെ പറ്റിക്കപ്പെടാനും മറ്റുള്ള ആളുകൾ എളുപ്പത്തിൽ നമ്മളെ കബളിപ്പിക്കാനൊക്കെ ഇടയാക്കിയേക്കാം. നിങ്ങൾ ബുദ്ധിയുള്ള ഒരു AI യൂസർ ആണെങ്കിൽ AI ChatGPT ഒരു വിവരം തരുമ്പോൾ ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഇതിന് എന്തൊക്കെ എവിഡൻസ് ആണുള്ളത്, ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ChatGPTയോട് ചോദിച്ച് കുറച്ചുകൂടി ഓരോ ക്ലാരിറ്റിയോ സ്പെസിഫിക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള റെസ്പോൺസ് ജനറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. 3, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ റോങ് ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ഒരു സാധ്യത ChatGPTയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് എന്തായാലും വെരിഫൈ ചെയ്ത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. നമ്പർ 4, അക്കാഡമിക് മിസ്യൂസ്. അതായത് പഠിച്ചു വന്നിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിയും ചിന്തയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ശീലിച്ച് വന്നാൽ മാത്രമേ ഒരു അഡൾട്ടായി രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ, നമ്മൾ സ്കിൽഡായി മാറുകയുള്ളൂ. പക്ഷേ അക്കാഡമിക് ലൈഫിൽ കൂടുതൽ AI ജനറേറ്റഡ് കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്ത് AI മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വളർന്നു വരുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകേണ്ട കഴിവുകൾ എന്ന് പറയുന്നത് വളരെയധികം പരിമിതമായിരിക്കും, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. ഒരു അസൈൻമെന്റോ പ്രോജക്റ്റോ ഹോംവർക്കോ കിട്ടുമ്പോൾ ജസ്റ്റ് ChatGPTയോട് പറഞ്ഞ് ആൻസർ കോപ്പി ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ സ്വന്തമായിട്ട് യാതൊരു തരത്തിലുള്ള എഫേർട്ടോ വർക്കോ പഠനമോ ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ AI ജനറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലേണിംഗ് പേർപ്പസിന് വേണ്ടി ഉപയോഗിച്ചാലും അത് മനസ്സിലാക്കാതെ ലേൺ ചെയ്യാൻ ജസ്റ്റ് കോപ്പി ചെയ്യുക എന്നൊന്ന് മാറ്റി വയ്ക്കുക. കാര്യങ്ങൾ ഗ്രഹിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തതിന് ശേഷം മാത്രം കോപ്പി ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് കുറച്ച് നല്ലതായിരിക്കും. നമ്പർ 5, പ്രൈവസി റിസ്ക്. ഇതാണ് ഏറ്റവും സീരിയസ് ടോപ്പിക്. AIയോട് സംസാരിക്കുമ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻസ് പറയുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ChatGPTയോട് പറയാതിരിക്കുക. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ChatGPTയോട് ഒരു കാരണവശാലും പറയരുത്. നിങ്ങളുടെ ഒരു പാസ്വേഡ്സും പറഞ്ഞു കൊടുക്കരുത്. OTPs ChatGPTയുമായി ഷെയർ ചെയ്യരുത്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെയോ ഡെബിറ്റ് കാർഡിന്റെയോ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യരുത്. രാജ്യത്തോ പുറം രാജ്യത്തോ ആണെങ്കിൽ അവിടുത്തെ ഐഡന്റിറ്റി കാർഡ്സിന്റെ നമ്പർ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. അതിന്റെ ഫോട്ടോസും ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ ഷെയർ ചെയ്യരുത്. നമ്മുടെ പാസ്പോർട്ടിന്റെ ഫോട്ടോ ഷെയർ ചെയ്യരുത്. മറ്റുള്ള ആളുകളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും ഒരിക്കലും ChatGPTയുമായി ഷെയർ ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന സെൻസിറ്റീവ് ഏരിയാസ് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാതെ ജനറൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ChatGPTയോട്. ഉദാഹരണത്തിന്, എന്റെ സുഹൃത്തിന് ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ട്, അവളെ അല്ലെങ്കിൽ അവനെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ സഹായിക്കണം എന്ന് ചോദിക്കാം. മറിച്ച് ആ സുഹൃത്തിന്റെ പേരും മറ്റു വിവരങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഒരിക്കലും സംശയങ്ങൾ ചോദിക്കാതിരിക്കുക. ChatGPTയുടെ മെമ്മറി, ചാറ്റ് ഹിസ്റ്ററി, പിന്നെ നമ്മുടെ പ്രൈവസി, അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ചാറ്റ് ഹിസ്റ്ററി, മെമ്മറി, മോഡൽ ട്രെയിനിങ് ഇവയെല്ലാം സെയിം അല്ല. ChatGPTയിൽ ഡേറ്റ ഓർ പ്രൈവസി കൺട്രോൾ ലഭ്യമാണ്. പക്ഷേ ഓപ്പൺ AIയുടെ നിലവിലെ വിവരങ്ങൾ പ്രകാരം പേഴ്സണൽ ChatGPT അക്കൗണ്ടിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പേഴ്സണൽ കോൺവെർസേഷണൽ മോഡൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. യൂസേഴ്സിന് ഡേറ്റ കൺട്രോൾ ഓപ്ഷൻ വഴി ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള വഴിയുണ്ട്. ഇംപ്രൂവ് ദ മോഡൽ ഫോർ എവ്രി വൺ എന്ന ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്താൽ അത് ഫ്യൂച്ചർ ഡെവലപ്മെന്റ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കപ്പെടില്ല എന്നാണ് ഓപ്പൺ AI അവകാശപ്പെടുന്നത്. പക്ഷേ ഇതെല്ലാം ChatGPTയുടെ പെയ്ഡ് വേർഷനിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ChatGPTയുടെ ഫ്രീ വേർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ChatGPTയുടെ ഭാവിയിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉറപ്പായും ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും സൂക്ഷ്മത പുലർത്തുന്നത് നമ്മുടെ സേഫ്റ്റിയാണ്. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടെമ്പററി ചാറ്റ് ഒന്നും ChatGPTയുടെ മെമ്മറിയിൽ അധികം ഒന്നും സേവ് ചെയ്യില്ല. സേഫ്റ്റി പർപ്പസിനായി 30 ദിവസം വരെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ടെമ്പററി മെമ്മറിയുടെ കാര്യം. ഇനി സ്ഥിരമായിട്ടുള്ള മെമ്മറി മറ്റൊരു ഫീച്ചറാണ്. ChatGPTയിൽ മെമ്മറി എനേബിൾഡ് ആണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ കോൺവെർസേഷൻസ് കൂടുതൽ പേഴ്സണലൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അത് പ്രയോജനപ്രദമാണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുമ്പോൾ നമുക്ക് വീണ്ടും ഒരേ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാതെ അതിന്റെ കണ്ടിന്യൂവേഷൻ ChatGPTയുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ള പ്രയോജനം. ChatGPTയുടെ സെറ്റിംഗ്സിൽ ഈ ChatGPTയുടെ മെമ്മറി നമുക്ക് നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ChatGPTയുടെ സെറ്റിംഗ്സ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പെർമനന്റ് മെമ്മറിയിൽ ഒന്നും തന്നെ സ്റ്റോർ ചെയ്യാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് നമ്മൾ മിനിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. പലർക്കും ChatGPTയോട് പ്രണയം തോന്നുന്നത് എന്തുകൊണ്ടാണ്? സൈക്കോളജിക്കലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണത്.
ഒരുപാട് ആളുകൾക്ക് റിയൽ ലൈഫിൽ ഇമോഷണൽ അൺഅവൈലബിലിറ്റി ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് തരുന്ന AI-യോട് ഉറപ്പായിട്ടും ഒരു അടുപ്പമൊക്കെ തോന്നും. ബിക്കോസ് AI നമ്മളെ ഇന്ററപ്റ്റ് ചെയ്യാതെ സംസാരിക്കും, നമ്മളെ മുഴുവനായി ലിസൺ ചെയ്യും, ജഡ്ജ് ചെയ്യുന്നില്ല, നമ്മളെ ഫീഡ്ബാക്ക് അയക്കുന്ന ഒന്നും പറയുന്നില്ല, നമുക്ക് ആവശ്യമുള്ള ഏത് സമയവും നമുക്ക് വേണ്ടി അവൈലബിൾ ആണ്. എന്നാൽ നമ്മുടെ മൂഡ് അനുസരിച്ചിട്ടും നമ്മൾ ചോദ്യം ചോദിക്കുന്ന രീതി അനുസരിച്ചിട്ടും റെസ്പോൺസിന്റെ രീതിയും മാറ്റും. നമ്മളിനി ഒരു 1000 തവണ ചോദിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ ഒരു കാര്യം എത്ര തവണ ഇനി എഡിറ്റ് ചെയ്യാൻ പറഞ്ഞാലും മാറ്റിത്തരാൻ പറഞ്ഞാലും അത്രയും തവണ ChatGPT അത് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങോട്ട് എത്ര വേണമെങ്കിലും ആവശ്യപ്പെടാം, എന്നാൽ ഇങ്ങോട്ട് യാതൊരു ആവശ്യങ്ങളും ഇല്ല, നിബന്ധനകളും ഇല്ല. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു അവൈലബിലിറ്റിയും അറ്റാച്ച്മെന്റും ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് പലർക്കും ChatGPT-യോട് പ്രണയമൊക്കെ തോന്നുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നെ മനസ്സിലാക്കുകയും എന്നെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരാള് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അല്ലെ. അതേ ഫീലിംഗ് ChatGPT-യോട് കിട്ടുമ്പോൾ ഓഫ് കോഴ്സ് ChatGPT-യോട് അത്രയധികം ഇഷ്ടവും പ്രണയവും ഒക്കെ തോന്നും. പക്ഷേ ChatGPT നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ഒരു മനുഷ്യൻ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും സെയിം അല്ല. AI ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിന് മനുഷ്യനെ പോലെ ഫീൽ ചെയ്യാനോ തിങ്ക് ചെയ്യാനോ അറിയാനോ ഉൾക്കൊള്ളാനോ ഒന്നും പറ്റില്ല. AI-യോട് ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നമാകുന്നത്? AI ഒരു യൂസ്ഫുൾ ടൂൾ ആണ്, ഉറപ്പായിട്ട് നമുക്ക് വളരെ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ തന്നെയാണ് AI. ബട്ട് അതൊരിക്കലും ഒരു റിയൽ ലൈഫ് റിലേഷൻഷിപ്പിന് പകരമല്ല. ഒരാൾ എല്ലാ ഇമോഷണൽ ഡിസിഷൻസും AI-യോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതൊരു പ്രോബ്ലം ആണ്. ഇവൻച്വലി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, നമ്മുടെ ഒരു പ്രോഗ്രഷന് വേണ്ടി മാത്രം ChatGPT യൂസ് ചെയ്യുക. അല്ലാതെ എല്ലാ ഇമോഷണൽ കാര്യങ്ങളും എപ്പോഴും അവൈലബിൾ ആണെന്നതുകൊണ്ടോ ജഡ്ജ്മെന്റിൽ അല്ല എന്നതുകൊണ്ടോ ഒന്നും മാത്രം ChatGPT-യോട് ചോദിക്കുന്നത് നല്ലതല്ല. എന്നെ ചോദിച്ചാലും കുഴപ്പമില്ല, അത് ബ്ലൈൻഡ് ആയിട്ട് എടുക്കാതിരുന്നാൽ മതി. ഒരു AI ജനറേറ്റഡ് മോഡലാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഉപയോഗിക്കുന്നത് തെറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ഫൈനൽ ഡിസിഷൻ മേക്കർ ആയിട്ട് AI എന്നല്ല, ഈ ലോകത്തിലൊരു മനുഷ്യനെ പോലും മാറ്റാൻ പറ്റില്ല. അപ്പോഴാണ് AI മാറ്റുന്നത്. അതൊരു മണ്ടത്തരമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ നമ്മൾ മാത്രമായിരിക്കണം. അത് എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ചിലരൊക്കെ പറയാറില്ലേ, ഭാവിയിൽ നമ്മുടെ മനുഷ്യന്മാരുടെ എല്ലാവരുടെയും ജോലി AI റീപ്ലേസ് ചെയ്യും എന്നുള്ളത്. അത് ശരിയാണോ? ഒരിക്കലും അല്ല. AI എന്നത് നമ്മൾ മനുഷ്യരുണ്ടാക്കിയെടുത്ത ഒരു ലാംഗ്വേജ് മോഡലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ പല രീതിയിലും അസിസ്റ്റ് ചെയ്യാൻ AI-ക്ക് കഴിയും. ഒരു മെന്ററായിട്ടും ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ടും ഒന്ന് എഡിറ്റ് ചെയ്ത് തരുന്ന കറക്റ്റ് ചെയ്തിരുന്ന ആളായിട്ടും കാര്യങ്ങളെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ചെറിയ രീതിയിൽ സിമ്പിൾ ആക്കി തരുന്ന ഒരാളായിട്ടും ഒക്കെ ChatGPT ഉണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു ജോലിക്കും റീപ്ലേസ്മെന്റ് അല്ല AI. നമ്മുടെ ഒറിജിനൽ ഇന്റലിജൻസിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓൾവേസ് അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമായിട്ടല്ലേ റിമൈൻ ചെയ്യുള്ളൂ, ഒറിജിനൽ ആവാൻ പറ്റില്ലല്ലോ. AI ഉപയോഗിക്കുന്ന മനുഷ്യരും AI-യും AI ഒന്നും ഉപയോഗിക്കാതെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും പ്രൊഡക്ടിവിറ്റി തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും AI-യെ ഡിപ്പെൻഡ് ചെയ്യാതെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഡെയിലി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കായിരിക്കും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കുക. നമ്മൾ ChatGPT-യോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഓർ പ്രോംപ്റ്റ്സ് എന്ന് പറയുന്നത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണോ അത്രത്തോളം ക്വാളിറ്റി ഉള്ള ആൻസർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് വളരെ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് മാത്രമേ നമുക്ക് കിട്ടൂ. സോ ഇൻസ്ട്രക്ഷൻ എത്ര ഹൈ ക്വാളിറ്റി ഉണ്ടോ അത്ര ക്വാളിറ്റി കൂടുതലായിരിക്കും കിട്ടുന്ന റെസ്പോൺസിന്. ടെക്നോളജി ഒരിക്കലും നമ്മുടെ ബ്രെയിനിന്റെ റീപ്ലേസ്മെന്റ് ആകേണ്ടതില്ല. പക്ഷേ ടെക്നോളജി നമ്മുടെ ബ്രെയിനിന്റെ ഒരു ടൂളാക്കി നമ്മൾ ഉപയോഗിക്കണം. ഒരു മെസ്സേജ് എനിക്ക് പറയാനുള്ളത്, ChatGPT-യെ നമുക്കൊരു ഫ്രണ്ടിനെ പോലെ ഉപയോഗിക്കാം, ഒരു മെന്ററിനെ പോലെ ഉപയോഗിക്കാം, കാര്യങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞു തരുന്ന ഒരു ടീച്ചറിനെ പോലെ ഉപയോഗിക്കാം, നമുക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം പോലെ ഉപയോഗിക്കാം, ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് പാർട്ണറായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഒരിക്കലും ChatGPT നിങ്ങളൊരു ഡോക്ടറിനെ പോലെ ഉപയോഗിക്കരുത്, ഒരു ലോയറിനെ പോലെ ഉപയോഗിക്കരുത്, ഫിനാൻഷ്യൽ എക്സ്പെർട്ടിന് പകരം ഉപയോഗിക്കരുത്, അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ബ്രെയിനിന് പകരം ഉപയോഗിക്കരുത്. ഞാൻ എൻ്റെ ബ്രെയിൻ ഉപയോഗിക്കുന്നില്ല, ChatGPT ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ചിന്താശേഷിയും നമ്മുടെ ബ്രെയിനിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ChatGPT പോലെയുള്ള AI ടൂൾസിന്റെ ഉപയോഗം വളരെ ബുദ്ധിപൂർവ്വവും മിനിമലും ആയിരിക്കണം. AI-യെ ഭയക്കേണ്ടതില്ല, AI-യെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യേണ്ടതും ഇല്ല. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, യൂസ് ഇറ്റ്, ക്വസ്റ്റ്യൻ ഇറ്റ്, വെരിഫൈ ഇറ്റ് ആൻഡ് സ്റ്റേ ഇൻ കൺട്രോൾ. അതാണ് നമ്മളും AI-യുമായിട്ടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.